അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, യേശുനാഥൻ്റെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ച പിതാവിനാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്, ആരെ വിധിക്കുവാനല്ല. വിധിയെല്ലാം പിതാവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടായിരിക്കും. സ്വർഗീയമായ പർദീസയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിന് ഇഷ്ടപ്പെട്ടവരായി സ്വർഗത്തെ സ്വപ്നം കണ്ടെന്നും ജീവിക്കുവാൻ ഓരോ പ്രവൃത്തികളെയും നമുക്ക് ക്രമപ്പെടുത്താം. ഈ പരിശുദ്ധമായ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും ബലഹീനതകളും പാപങ്ങളും പൊറുക്കണമേ എന്ന് ഏറ്റുവെല്ലാം. അതോടൊപ്പം ഇന്ന് ബുധനാഴ്ച ഔസേപിതാവിൻ്റെ ദിവസമാണ്. ഔസേപിതാവിനോടുള്ള പ്രത്യേക വണക്കവും ഓർമ്മയും ഈ ബലിയെ നമുക്ക് ആചരിക്കുകയും ചെയ്യാം. നമ്മുടെ തെറ്റുകൾ പാപങ്ങളെല്ലാം ഒരുമിച്ച് ഏറ്റുവെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. സർവശക്തനായ ദൈവമേ, അധ്വാനത്തിന് നിയമം അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ. വിശുദ്ധ ഔസേപിതാവിന്റെ മാതൃകയാലും മധ്യസ്ഥതയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർന്നാബോസും സാബൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മാർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർന്നാബാസ്, നിഗർ എന്ന് വിളിക്കപ്പെടുന്ന ശെമയോൻ, കിറേനിക്കാരൻ ലൂസിയോസ്, സമാന്ത രാജാവായ ഹെറോന്തിയോസിനോട് കൂടെ വളർന്ന മനായേൻ, സാബൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു,
ബർണബാസിനെയും സാബൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലുക്കായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമിസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകരശക്തി സകല ജനങ്ങളുടെ ഇടയിലും അറിയപ്പെടുന്നതിനു തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുനാഥൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നെ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തെ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിവസത്തിൽ അവനെ വിധിക്കും. എന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്. ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണം എന്നയച്ച പിതാവ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പനകൾ നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ സാധിക്കും. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാന്ത്യം സ്പർശിച്ചു. 12 വർഷമായി അവൾക്ക് രക്തസ്രാവമുണ്ടായിരുന്നു. പക്ഷേ പല ഡോക്ടർമാരെയും ഒത്തിരി മനുഷ്യരെ കണ്ടിട്ട് പൈസയൊക്കെ ചിലവാക്കിയിട്ടും ഈ അസുഖം മാറിയില്ല. അവൾ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് തൊട്ടപ്പോൾ, വസ്ത്രാന്ത്യം തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. അപ്പം നമ്മളും
ആഴമായി വിശ്വസിക്കുക. വിശ്വസിക്കാൻ നേരത്ത് മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി കർത്താവായ ഈശോയിൽ നീ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും എല്ലാ മനുഷ്യരെയും എല്ലാം ദൈവം സൃഷ്ടിച്ചാണ്. അതിനുമപ്പുറമായിട്ട് നീ നിൻ്റെ ജീവൻ പോലും നൽകി ദൈവത്തെ വിശ്വസിക്കുക. അതുകൊണ്ടല്ലേ സഭ നമ്മെ പഠിപ്പിക്കുന്നത്, എത്രയോ അപ്പോസ്തലന്മാർ, എത്രയോ വിശുദ്ധന്മാർ തങ്ങൾ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ തങ്ങളുടെ ജീവൻ പോലും നൽകി ദൈവത്തിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനം. മറ്റെല്ലാ കാര്യങ്ങളും ദൈവം നമ്മളിലേക്ക് അനുക്രമമായി ക്രമമായി നൽകും. ആഴമായിട്ട് ദൈവത്തിൽ അഗാധമായി അന്ധമായി ദൈവത്തെ വിശ്വസിക്കുക. തീർച്ചയായും നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ എല്ലാ ചിന്തകൾക്കും അപ്പുറമായി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മധ്യയെ സൃഷ്ടിക്കും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ വിശ്വസിക്കാം, അവിടുത്തെ കൽപ്പന പാലിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മയാഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. ഈ ബലിയർപ്പണം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ സ്വർഗീയമായ സുദിനത്തിൽ അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയത് നീതിമാനും വിശുദ്ധനും
വിശ്വസ്തനുമായ വിശുദ്ധ പിതാവിനെ തന്നെ അങ്ങേ കുടുംബത്തിന്റെ നാഥനായി അങ്ങ് അവരോധിച്ചുവല്ലോ. ആകയാൽ ആമോദ വായ്പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചു വീടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹി വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ അർഹരാക്കിയ തീർത്ഥന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമാരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണത എത്തിക്കണമേ. ദൈവമേ, ഈ ലോകത്തു നിന്നും അങ്ങയുടെ പക്കലേക്ക് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബത്തെ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗസന്നിധിയെ സ്വീകരിക്കണമേ. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സർവ്വത്രിക സഭയുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്സ്തുതിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധനായി ദിവ്യോപദേശത്താൽ രൂപവൽക്കരായി നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ നിർഗന്മാർക്ക് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ
ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൻ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല. എന്നാലും എന്നുള്ളിൽ നീ വരണേ, ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ബോധനത്താൽ സന്തുഷ്ടരായി ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ കീഴപേക്ഷിക്കുന്നു. വിശുദ്ധ ഔസേയ പിതാവിന്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിന് സാക്ഷ്യവും ഞങ്ങളുടെ ഹൃദയങ്ങൾ അനുവർത്തിച്ച് ശാശ്വതമായ ഫലങ്ങൾ സദാ സ്വീകരിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.